السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 24. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത്, അവിടുത്തെ സഹായം മരണത്തിൻ്റെ ശേഷവും ജീവിതകാലത്തിലും ഒരുപോലെ മുഅ്മിനീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായപ്പോൾ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്തിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായപ്പോൾ ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിൻ്റെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ഓ നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് മഴ ചോദിച്ചു തരണം. തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി തങ്ങൾ അള്ളാഹുവിനോട് മഴ ചോദിച്ചു തരണം. കാരണം ഫഇന്നഹും ഖദ് ഹലകു, അവർ നാശമായിരിക്കുന്നു, വെള്ളമില്ലാതെ നശിക്കാൻ അടുത്തായിരിക്കുന്നു, എല്ലാം ഹലാക്കായി പോകുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ഈ വെള്ളമില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തങ്ങൾ വെള്ളം തേടിത്തരണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് വന്ന് ഒരാൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് റഹ്മത്തായി വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, മരണശേഷവും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സഹായവും എൻ്റെ റഹ്മത്തും രണ്ടും ഒരുപോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വന്ന നബി തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് നിന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ട ഈ വന്ന അദ്ദേഹത്തോട് ബിലാലുൽ മുസ്നി റളിയല്ലാഹു അൻഹു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ആരായാലും ആ വന്ന ആളടുത്തേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യൻ്റെ അടുത്തേക്ക്, ആ സ്വഹാബിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിൻ്റെ സ്വപ്നത്തിലൂടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ മോനെ, ഓ മനുഷ്യ, ഈത്തി ഉമറ, നിങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഫഖ്റഊഹു മിന്നി സലാം, എൻ്റെ സലാം പറയണം. എന്നിട്ട് വഅഖ്ബിറുഹും അന്നഹും മുസ്ഖഊൻ, തങ്ങൾ പറയണം, നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നല്ല വെള്ളം വരും, മഴ വരും, നിങ്ങൾക്ക് വെള്ളം കിട്ടുമെന്ന് നീ അവരോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഖലീഫയല്ലേ, അതുകൊണ്ട് ഖലീഫയോട് നീ പറയണം, എൻ്റെ സലാം പറയണം. എന്നിട്ട് വഖുല്ലഹു അലൈക ബിൽ കയ്യിസ് അൽ കയ്യിസ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് പറയണം, 3 കാര്യം പറയാനാണ് ഏൽപ്പിച്ചത്. ഒന്ന്, എൻ്റെ സലാം പറയണം. രണ്ടാമത്തത്, അവർക്ക് വെള്ളം കിട്ടുമെന്നുള്ള സന്തോഷവാർത്തം പറയണം. മൂന്നാമത്തത്, നിങ്ങൾ അധികാരം ഒരൽപ്പം സഡിലാക്കി, ഒരൽപ്പം ലൂസ്, ഒരൽപ്പം ഒന്ന് സ്ലോ ആക്കണം, വല്ലാത്ത സ്ട്രോങ് ആയിപ്പോയിരണ്ട എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഹിക്മത്ത് പ്രയോഗിച്ച് അധികാരം നടത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ച് ഹിക്മത്ത് പ്രയോഗിച്ച് അധികാരം അല്ലാതെ ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഖിലാഫത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞത്, ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ ഫീ ലിസാനി ഉമർ വ ഖൽബിഹി, ഉമർ റളിയല്ലാഹുവിൻ്റെ നാവിലും ഹൃദയത്തിലും അല്ലാഹു തആല ഹഖിനെ മാത്രമാക്കിയിട്ടുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്.
അതുകൊണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ ഒരു അഭിപ്രായം ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്നും കൂടി ഒരല്പം ബുദ്ധിപരമായി ഹിക്മത്തോടുകൂടി ഒന്ന് അധികാരം നടത്തണം, ആളുകൾ ഒന്നും കൂടി ശക്തമായി ഇസ്ലാമിൽ വളർച്ച നിൽക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഈ കാര്യവും നീ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെ അവർക്കതാ വെള്ളം കിട്ടി, അവർക്ക് നല്ല വെള്ളം കിട്ടി. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫാത്തിൻ്റെ ശേഷവും വഫാത്തിന് മുമ്പും അവിടുത്തെ ശഫാഅത്ത് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ സഹായവും അവിടുത്തെ ഷഫാഅത്തും ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അവിടുത്തെ റഹ്മത്ത് അനുഭവിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.